ഇന്ന് പറയാൻ പോകുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ്. നമുക്കറിയാം ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ഒരു ആക്ഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ പാസീവ് വോയിസ് സെന്റൻസിലെ ഒരു സബ്ജക്റ്റ് ആക്ഷനെ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും പാസീവ് വോയിസിൽ പറയണമെന്നില്ല. ഏതൊരു സെന്റൻസിലാണോ ആ ആക്ഷൻ ചെയ്യുന്ന ആളേക്കാൾ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രാധാന്യമുള്ളത്, അത്തരം സാഹചര്യങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ആക്ഷൻ ചെയ്ത ആളെ അറിയില്ലെങ്കിൽ, ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആണ് ഇമ്പോർട്ടന്റ് എങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മതിയാവും. അതുപോലെ പാസീവ് വോയിസ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഫോർമൽ ആയിട്ടുള്ള റൈറ്റിങ്ങില്, അതുപോലെ തന്നെ സയന്റിഫിക്കൽ ആയിട്ടുള്ള റൈറ്റിങ്ങില്, ലോ പരമായിട്ടുള്ള ഇങ്ങനെ ഫോർമൽ ആയിട്ടുള്ള റൈറ്റിങ്ങിലും കാര്യങ്ങളിലെല്ലാമാണ് പാസീവ് വോയിസ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ആ ഒരു പൂന്തോട്ടത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് ആ പൂന്തോട്ടം ആരോ നനച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് മറ്റൊരാളോട് പറയാണ്, ആ പൂന്തോട്ടം നനച്ചിട്ടുണ്ട്. അവിടെ ആര് നനച്ചു എന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് പൂന്തോട്ടം നനയ്ക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ ആരായിരുന്നാലും ശരി, ആ ഒരു പൂന്തോട്ടം നനയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ്, ഇപ്പോൾ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് വയ്ക്കാം. ആ സമയത്ത് എന്റെ പേഴ്സ് മോഷണം പോയി. ആ സമയത്ത് ഞാൻ പറയാ എന്റെ പേഴ്സ് മോഷണം പോയി എന്നാണ്. അപ്പോൾ എവിടെയാണോ ഒരു പ്രവൃത്തി ചെയ്ത ആളേക്കാൾ ആ ഒരു റിസൾട്ടിന് പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്ത ആളെ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ല, ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ആണ്, ഷീ റൈറ്റ്സ് ദ റിപ്പോർട്ട്. ഈ ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. ഇതിൽ നമ്മൾ ഷീ എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് ഇമ്പോർട്ടന്റ് കൊടുത്തത്. അതിന്റെ പാസീവ് വോയിസ് ആണ് ദ റിപ്പോർട്ട് ഈസ് റിട്ടൺ ബൈ ഹെർ. ഇവിടെ ഈ ബൈ ഹെർ എന്നുള്ളത് ഓപ്ഷണൽ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ദ റിപ്പോർട്ട് ഈസ് റിട്ടൺ എന്നും പറയാം. ആരായിരുന്നാലും ആ റിപ്പോർട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ബൈ ഹെർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ആക്റ്റീവ് സെന്റൻസിൽ ബൈ ഹെർ എന്നുള്ളത് കൊണ്ട്. അതല്ല, നമുക്ക് ആ ഒരു പേഴ്സണെ അറിയില്ലെങ്കിലും ദ റിപ്പോർട്ട് ഈസ് റിട്ടൺ എന്ന് പറഞ്ഞാലും സെന്റൻസ് കംപ്ലീറ്റ് ആണ്. ആ ഒരു റിപ്പോർട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു ഫോർമൽ സിറ്റുവേഷൻസിലാണ് പാസീവ് വോയിസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഹയർ അതോറിറ്റി എന്നോട് പറയാണ്, നിങ്ങൾ അതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ബ്ലെയിം ചെയ്യാതെ നമുക്ക് പറയാം മിസ്റ്റേക്ക് വേർ മെയ്ഡ്. ആര് വരുത്തിയതായാലും ശരി, അതിൽ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഇനി ഏത് ഒരു കാര്യമാണെങ്കിലും നമുക്ക് ആ ഒരു പ്രവൃത്തി ചെയ്ത ആളെ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടന്റ് അല്ല, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ നടത്തുന്ന ആളെ നമുക്ക് ഷുവർ ആയിട്ടും അറിയാമെങ്കിലും നമ്മൾ ആ ഒരു വ്യക്തിയെ മെൻഷൻ ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പോലീസ് അറസ്റ്റഡ് ദ തീഫ്. ഇവിടെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് പോലീസ് ആയിരിക്കും. ആ ഒരു സെന്റൻസ് നമ്മൾ അങ്ങനെ തന്നെ പറയണമെന്നില്ല. അതിന് പകരം നമുക്ക് ദ തീഫ് വാസ് അറസ്റ്റഡ്.